ലെമൺ കമ്പനിയുടെ ക്വാളിറ്റി ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ മാഡവും ജിഷിൻ സാറും കൂടിയാണ് ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനീഷിനോട് പറയുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഈ ബോട്ടിലുകളെല്ലാം ചളങ്ങിയിരിക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവരേണ്ടുന്നത്? ആദ്യമേ നിങ്ങളൊരു സാമ്പിൾ ബോട്ടിലിനകത്ത് തരേണ്ടുന്നതല്ലേ? നിങ്ങൾക്കെന്താ കമ്പനി ബൈലോസൊക്കെ മറന്നുപോയോ? അതോ നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണോ എന്ന് ജിഷിൻ ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഈ ബോട്ടിലിനകത്ത് പൊടി പോലെ കിടക്കുന്നത്? നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച വേസ്റ്റാണോ? അനിമോൾ മാഡം ഒരു ബോട്ടിലെടുത്ത് ചരിച്ച് പിടിക്കുമ്പോഴത്തേനും അതിനകത്ത് നിന്ന് ജ്യൂസ് വെളിയിൽ വരുന്നത് കൊണ്ട് അനിമോൾ മാഡം ചോദിക്കുന്നുണ്ട്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ജ്യൂസുകളെല്ലാം? ഈ ബോട്ടിലുകളെല്ലാം ഹൈജീൻ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അനീഷ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ആ ഉറപ്പുണ്ട് മാഡം, ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ 10 ഇരട്ടി ബോട്ടിലുകൾ വന്നതാണ്. അതിൽ നിന്നാണ് ഞാൻ വെറും ഈ 10 ബോട്ടിലുകൾ കൊണ്ടുവന്നത്. ബാക്കിയെല്ലാം ഞാൻ റിജക്റ്റ് ചെയ്തതെന്ന് അനീഷ് പറയുന്നുണ്ട്. അനീഷ് പറഞ്ഞിട്ട്, സാർ ഇത് നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ ഡീലാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ പരമാവധി ഞാൻ ഹൈജീനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ബോട്ടിലുകൾ അക്സെപ്റ്റ് ചെയ്തത്. ആ ബോട്ടിലുകളിലാണ് ജ്യൂസ് കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. എൻ്റെ വർക്കേഴ്സിൽ ഞാൻ പരമാവധി വിശ്വാസം അർപ്പിച്ചിരുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട്. അവരുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ഞാനിവിടെ ഈ ബോട്ടിലുകളെല്ലാം കൊണ്ടുവന്നതെന്നും അനീഷ് പറയുന്നുണ്ട്. ആദ്യത്തെ തവണ ഒരു കൺസിഡറേഷൻ തരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നും അനീഷ് പറയുന്നു. അളവ് കറക്റ്റ് തന്നെയാണ്. ജിഷിനും അനുമോളും ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട്, ടേസ്റ്റ് കുഴപ്പമില്ല, എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അനുമോൾ ബോട്ടിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ട്, സാർ ഇത് ഫുള്ള് സ്ക്രാച്ചാണ്. അപ്പോഴത്തേനും ജിഷിൻ പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനെ, ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ചാക്കിനകത്തൊക്കെ കൊണ്ടുവന്നതല്ലേ, അങ്ങനെ ഒരു കൺസിഡറേഷൻ നമുക്ക് കൊടുക്കാം. അന്നേരം അനുമോൾ പറയുന്നുണ്ട്, ഞാൻ പിന്നെ അങ്ങനെ കൊടുക്കാതിരിക്കുമോ? നോക്കി ഇത്രയും വിയർത്ത് കുളിച്ച് നിൽക്കുകയല്ലേ. അനീഷ് തൻ്റെ കമ്പനിയും വർക്കേഴ്സിനെയും പറ്റി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നപ്പം ജിഷിന് ദേഷ്യം വന്നിട്ട് ജിഷിൻ പറയാണ്, കൂടുതൽ സംസാരിച്ച് ഞാനിതെല്ലാം കൂടെ വാരിയെടുത്ത് കളയുവേ എന്ന് പറയുന്നുണ്ട്. അനുമോൾ മാഡം പറയുന്നുണ്ട്, മതി ഇനി അധികം സംസാരിക്കേണ്ട, പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്.